സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ തീർച്ചയായിട്ടും നമ്മളൊരു മെയിൽ ID ആഡ് ചെയ്തിട്ടുണ്ടാവും. മെയിൽ ID ആഡ് ചെയ്യാതെ നമ്മളൊരിക്കലും ഒരു മൊബൈൽ യൂസ് ചെയ്യാറില്ല. നമുക്കതിലൂടെ മെയിൽ വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അതിലൂടെ മെയിൽ അയക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം പ്രധാനപ്പെട്ട OTPയും പ്രധാനപ്പെട്ട സെക്യൂരിറ്റി കോഡുകളൊക്കെ നമുക്ക് മെയിൽ വഴിയായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിലൂടെ നമ്മൾ പല വെബ്സൈറ്റുകളും സന്ദർശിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സൈറ്റായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഫേക്കായിട്ടുള്ള സൈറ്റുകളിലൂടെ നമ്മുടെ മൊബൈലിലേക്ക് മാൽവെയറുകളും അതുപോലെ തന്നെ വൈറസുകളുമൊക്കെ വന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന ഒരു അപ്ഡേറ്റിൽ, അതായത് ജിമെയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മൊബൈലിലുള്ള ജിമെയിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ അപ്ഡേറ്റ് കൊടുത്തിട്ട് ജിമെയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ജിമെയിലൂടെയും നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാം, ഇവിടെ ജിമെയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിലൂടെയും ഈ സെറ്റിങ്സിൽ നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നമ്മുടെ ആ ഒരു ജിമെയിലിൻ്റെ താഴെയായിട്ട് ഈ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് നമുക്കിങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ പുതുതായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ഫോർ യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ സേഫ് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരു വെബ്സൈറ്റിൽ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെയിൽ, നിങ്ങൾക്ക് അതിലൂടെ ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻറ്റ്സുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിലൂടെയൊക്കെ ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് മാൽവെയർ പോലുള്ള അല്ലെങ്കിൽ വൈറസ് പോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആഡ് ആവാൻ സാധ്യതയുണ്ട്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെ വരുമ്പോൾ ഒരു വാണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓപ്പൺ ചെയ്യരുത്, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കും. ഇത് ഞാൻ ജിമെയിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. ജിമെയിൽ അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടും, ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾ ഈ ടാബ് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ഫോർ യുവർ അക്കൗണ്ട്. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ആ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേൺ ഓൺ കൊടുക്കുക. ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് വന്ന് നോക്കാം. ഇപ്പോൾ അവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മെയിലിലൂടെയും നിങ്ങൾ ഏത് സൈറ്റ് സന്ദർശിക്കുമ്പോഴും അതിൽ മാൽവെയർ പോലുള്ള അല്ലെങ്കിൽ വൈറസ് പോലുള്ള സംഭവങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു വാണിംഗ് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൈറ്റ് സന്ദർശിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. ഷെയർ ചെയ്തിട്ട് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.